മങ്കി മാൻ. ദേവ് പട്ടേൽ കണ്ടേക്കുന്ന സിനിമ എന്ന് പറയുന്നത് സ്ലം ഡോഗ് ബില്ലിയനറാ. വേറെ ഒരു സിനിമ പോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത നടനാണ് അത്. അപ്പം പുള്ളി ഡയറക്റ്റ് ചെയ്ത് പുള്ളി അഭിനയിച്ച പുതിയ സിനിമയാണ് മങ്കി മാൻ. വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കാണുന്നത്. ഈ സിനിമയുടെ പ്രീമിയറിന് ശേഷം ഓഡിയൻസ് ഒക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമ്പോൾ പുള്ളി കരയുന്ന ഒരു വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം ചുമ്മാ ഒന്ന് കണ്ടു നോക്കാമെന്ന്. അങ്ങനെ ഞാൻ കണ്ടതാണ്. ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഫുൾ ഓൺ ആക്ഷൻ ഫിലിമാണ് തുടക്കം തൊട്ട് അവസാനം വരെ. ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുള്ളീൻ്റെ അമ്മേനെയാണ്. അപ്പം ചെറുപ്പത്തിൽ തന്നെ അമ്മ കൊല്ലപ്പെടുകയാണ്, ഒരാൾ കൊല്ലുകയാണ്. അപ്പോൾ അയാളെ കൊല്ലാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയുടെ സ്റ്റോറി വരുന്നത്. പുള്ളിനെ വിളിക്കുന്നത് മങ്കി മാൻ എന്നാണ്. ഈ അവിടെയൊക്കെ ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെ ഫൈറ്റ്സ് നടക്കും. ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരിക്കും ആരാ ജയിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അടി കൊള്ളുക, ചോര വരിക, പൈസ വാങ്ങുക, ഇതായിരുന്നു പരിപാടി. ചെറുപ്പത്തിൽ അമ്മ ഇങ്ങനെ ഹനുമാൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കുരങ്ങനോടുള്ള ഇഷ്ടവും ആ ഷേപ്പും ഫേസൊക്കെ ധരിച്ചു വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരുടെ അതിനുശേഷം ഇങ്ങനെ ഇയാളെ കൊല്ലാൻ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ സ്റ്റോറി. എനിക്ക് സത്യം പറഞ്ഞാൽ ദേവ് പട്ടേൽ എനിക്ക് സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹെവി അഭിനയമായിരുന്നു. കാരണം ഈ പണ്ടത്തെ ചെറുപ്പകാലത്തുള്ള അമ്മയായിട്ടുള്ള സീൻസൊക്കെ കാണിക്കുമ്പോൾ പുള്ളിയുടെ ഇമോഷൻസ് സംഭവങ്ങളൊക്കെ കാണിച്ചത് ഭയങ്കര രസമായിരുന്നു. അതേപോലെ തന്നെ അതിനുശേഷമുള്ള ഫൈറ്റ്സൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഒരു ലെവൽ ഹെവി ഫൈറ്റ് ബ്ലോക്സ് ആയിരുന്നു എല്ലാം തന്നെ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സംഭവം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫുൾ ചോരക്കളി കേട്ടോ. വയലൻ്റ്, നല്ല രീതിയിൽ വയലൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. അതേപോലെ നായികയായിട്ടുള്ളത് ശോഭിതയാണ്. വലിയ അധികം റോളൊന്നുമില്ല, എന്നാലും തിരക്കേടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിലേക്ക് വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു ഹോളിവുഡ് സിനിമയാണ്. അപ്പോൾ ഇതൊരു ഹോളിവുഡ് ലെവലിൽ വലിയ വലിയ ബിൽഡിങ്, വലിയ കാറ് സെറ്റപ്പ്, അങ്ങനത്തെ ഒരു ചേസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ബോറായേനെ. ഇത് കംപ്ലീറ്റ്ലി ചേരിയിലാണ് സിനിമ. ഒരു ലോക്കൽ സെറ്റപ്പിലാണ് സിനിമ വരുന്നത്. ഇങ്ങനെ ചേരി കൂടെ പോവുക, ഫൈറ്റ് എടുക്കുന്നതാണെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ, ഇപ്പോൾ ഹോട്ടലാണെങ്കിൽ തന്നെ ചെറിയൊരു സെറ്റപ്പ് ഹോട്ടൽ, അങ്ങനത്തേലൊക്കെ അങ്ങനത്തെ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. വലിയ റിച്ച് ലുക്കിൽ നിന്ന് ലോക്കൽ സെറ്റപ്പ് ആയതുകൊണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടി. ആ ഒരു സീൻസിനൊക്കെ ഒരു കുറച്ച് പവർ കൂടുതൽ വന്ന പോലെ എനിക്ക് തോന്നി. കാണാനൊരു എന്താ പറയുക, ഇഷ്ടം തോന്നിയ പോലെ തോന്നി എനിക്ക്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹെവിലി റെക്കമെൻഡ് ചെയ്യും. എല്ലാവരും കാണുക. താങ്ക് യു.